ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ മലപ്പുറത്തുനിന്ന് ജാഫർ എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. ശ്രീ ജാഫർ, എന്താണ് താങ്കളുടെ അഭിപ്രായം ഇതിൽ? പറഞ്ഞോളൂ. ഞാൻ കുറച്ച് മുന്നാണ് നിങ്ങളെ ഈ വാർത്താ കാർഡ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതില് ഏത് രാഷ്ട്രീയ നേതാവ് പറഞ്ഞതാണെങ്കിലും വളരെ മോശമായിട്ടുള്ള ഒരു പ്രയോഗമായിരുന്നു എന്നുള്ളതാണ്. ഇത് വ്യക്തിപരമായിട്ട് ഇത് പറയാൻ കാരണം പിന്നെ എന്റെ വല്യമ്മ അടക്കം മരിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ ഈ പെൻഷൻ വാങ്ങിയിരുന്ന ആളാണ്. നമുക്കൊക്കെ പിന്നെ അവർക്ക് ചെറിയ സംഭാവന കൊടുക്കാനൊക്കെ ശേഷിയുള്ള ആളുകൾ തന്നെയാണ്. എന്നാലും അവർക്കൊരു പ്രൈഡായിരുന്നു. കാരണം അവർക്ക് അർഹമായിട്ടുള്ള ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ ആണെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അത് അവരെ വളരെ ഹാപ്പി ആയിട്ട് വാങ്ങിയിട്ട് അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. അവർക്ക് ചെറിയ മരുന്ന് വാങ്ങാനോ അല്ലെങ്കിൽ പേരമക്കൾക്ക് എന്തെങ്കിലും സീറ്റ്സ് വാങ്ങിക്കൊടുക്കാനോ വേണ്ടി മാത്രമുള്ള ഒരു അവർക്ക് അർഹതപ്പെട്ട ഒരു ചെറിയൊരു മൂല്യം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടും. അവർക്ക് അത് എപ്പോഴും ഒരു അഭിമാനത്തോടെ കണ്ടുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അതിനെയൊക്കെ അവർ കൈക്കൂലിയാണ് എന്നൊക്കെ ഏത് രീതിയിലാണ് പിന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ പറയുന്നത് വളരെ ഖേദകരം. തൊട്ട് മുന്നേ ഒരു വൈറലായിട്ടുള്ള ഒരു വീഡിയോയും കണ്ടു. ഒരു വലിയ ഒരു മുത്തശ്ശി പിന്നെ ഈ പെൻഷൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു വീഡിയോ, അവിടുത്തെ കൊച്ചുമോളാണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. പക്ഷെ ഞാനതൊക്കെ കണ്ടപ്പോൾ നമുക്ക് വളരെ ഹൃദയകാരിയായി തോന്നി. കാരണം എന്റെ വല്യമ്മ ഇപ്പൊ ഇല്ല, പക്ഷെങ്കിൽ ഞാൻ ആ വല്യമ്മയെ കണ്ടത് ആ വീഡിയോയിൽ കൂടെയാണ്. കാരണം അവര് എത്ര സന്തോഷത്തോടുകൂടിയാണ് ആ ഒരു ഫണ്ട് വാങ്ങുന്നത് എന്നറിയോ? കാരണം അന്നൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഈ പോസ്റ്റ്മാനുമായിരുന്നു കൊണ്ടുവന്നുണ്ടായിരുന്നത്. പക്ഷെ അവർക്കടക്കം ഇവര് ഒരു ചെറിയൊരു 10 രൂപ 20 രൂപയൊക്കെ പോസ്റ്റ്മാന് കൊടുക്കുമ്പോൾ അവരും അത് വളരെ സന്തോഷത്തോടെ വാങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു. കാരണം പെൻഷൻ എന്ന് പറഞ്ഞ സംഗതി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്കൊരു അവകാശപ്പെട്ട ഒരു സംഗതിയാണ്. പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാന്ന് പറയുമ്പോൾ, പക്ഷെ അതിന് കൈക്കൂലി എന്ന് പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള ഒരു കൈകാര്യമായി. തൊട്ട് ശേഷം വന്ന പ്രതിപക്ഷ നേതാവടക്കം ആ ഒരു സംഗതിയെ അനുകൂലിച്ച് പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ അവസാനമായിട്ട് കണ്ട ഒരു വാർത്താ കാർഡിലും കണ്ടിട്ടുള്ളത്. എന്തായാലും അവര് തിരുത്തണം, തെരഞ്ഞെടുപ്പൊക്കെ ആയിരിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ചൊന്നും പെൻഷനെ പോലത്തെ ഈ സാമൂഹ്യ ഈ കാര്യങ്ങളിലൊന്നും ഇങ്ങനെ പറയരുത് എന്നുള്ളതാണ് ഒരു ആളുകളൊക്കെ പറയാനുള്ളത്. ശരി, നന്ദി ജാഫർ. മലപ്പുറത്തു നിന്നാണ് ജാഫർ സംസാരിച്ചത്. ഇപ്പോൾ